അപ്രകാരം ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി. ആ സമ്പത്ത് അദ്ദേഹം ദീനീപരമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് കൊണ്ട് ദുർവൃത്തി നടത്തുന്നവനെ കുറിച്ചല്ല ഞാൻ വിസ്തരിക്കണ്ടല്ലോ. സമ്പത്ത് കൊണ്ട് വേണ്ടാത്ത ഇനങ്ങൾ നടത്തുന്നവനെ കുറിച്ചല്ല. നേരെ മറിച്ച് സമ്പത്ത് ഒരാൾക്ക് അള്ളാഹു നൽകുന്നു. ആ നൽകിയ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വിശുദ്ധനായി ജീവിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, പൊതു പ്രവർത്തനങ്ങളിലൊക്കെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു, മുത്താലിങ്ങൾക്ക് ഡ്രസ്സും കിതാബും മേടിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ഒരാളെ കാണുമ്പോൾ എനിക്കും അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കാം. ഇവിടെയുള്ള വ്യത്യാസം ഞാൻ ഇനിയും പറയണ്ട. മറ്റേയാളുടേത് നീങ്ങിപ്പോവണം, നശിക്കണം എന്ന് വിചാരമില്ലാതെ തനിക്കും കിട്ടണം എന്ന ആഗ്രഹമാണിത്. ഇത് തന്നെയും എല്ലായിടത്തും വേണം എന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിടത്താണ് പറയുന്നത്. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ ഒരാൾക്ക് അധികാരം കിട്ടി, അതുകൊണ്ട് അദ്ദേഹം നന്മയോടുകൂടെ ജീവിച്ചു എന്ന് കൂടെ കാണാം. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ഈ വിമർശിക്കപ്പെടുന്ന അസൂയ എന്താണ്? അത് നമ്മുടെ സഹോദരന് ലഭ്യമായ ഒരു ഗുണം ഇല്ലാതെയാവണം എന്ന് വിചാരിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. കടുത്ത ഇത്തരം വിചാരം കൊണ്ട് ചിലപ്പോൾ മറ്റേയാളുടേത് ഇല്ലാതെയായി പോകുന്ന സംഗതികൾ പോലും ഉണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് അസൂയക്കാരന്റെ അസൂയയിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി പ്രത്യേകമായി പറയുന്നത്.